ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ പേരിങ്ങനെ ആകെ വിഷമമായിട്ട് വ്യാകുല മാതാവിൻ്റെ പോലെ ഇങ്ങനെ വരിക. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ സ്വർഗീയ രാജ്ഞിയായ അമ്മയുടെ ആ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇത്രമേൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തി, അത് നമ്മുടെ അമ്മയാണ്. ആ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തിലും നിറയുവാൻ. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ മക്കളാണ്. ആ അമ്മയുടെ ആ കൃപ നമ്മിലേക്ക് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കുകയായിരുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ഇങ്ങനെ കുർബാനയ്ക്ക് ഓരോ ദിവസവും ഇപ്പോൾ 2-3 വെള്ളിയാഴ്ചയിലത്തെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ഛന്മാരോട്. ഞാനങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. പല അച്ഛന്മാരെയും വിളിച്ചു. മരിയൻ ഫ്രൈഡേയാണ്, കഴിഞ്ഞ ഇതിന് ഭിന്നേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ഞാനത് ഇടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അച്ഛനെ അങ്ങനെ നോക്കാം 2-3 വട്ടം ഞാനങ്ങനെ നോക്കി. 3-4 അച്ഛന്മാരെയൊക്കെ വിളിച്ചു. അവർക്കൊക്കെ ഓരോ തിരക്കുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്. ചിന്ത ഇത്രയേ ഉള്ളൂ, ഞാൻ ജനിച്ചത് സെപ്റ്റംബർ 8-നാണ്. മാതാവിൻ്റെ കൂടുതലായിട്ട് ഒരു ഭക്തിയിൽ ഞാൻ വളർന്നതാണ്. എനിക്ക് ഉള്ളിൽ തോന്നിയ തോന്നൽ ഇത്രയേ ഉള്ളൂ, ഇത്രമാത്രം ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ട് എന്താടാ നിനക്ക് അതൊന്നങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ. ഇവിടെ എത്രയോ സാക്ഷ്യങ്ങളിവിടെ വരുന്നു, എത്രയോ ആളുകളിവിടെ വന്നിട്ട് സാക്ഷ്യത്തിന് വരുന്നു, എത്രയോ ദൂരത്ത് നിന്ന് വന്നിട്ട് ഇരിങ്ങാലക്കുട എന്നൊക്കെ നേരത്തെ നമ്മൾ കണ്ടു ഒരു ചേട്ടായി വന്നിട്ട് സാക്ഷ്യം പറയുന്നത്. അങ്ങനെ കുറേ അകലകളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നടക്കാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ആളുകളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ആശ്രമത്തിൽ നിന്ന് നിനക്ക് പറഞ്ഞ ഒരു സാക്ഷ്യം പറഞ്ഞോടെ നിനക്ക്. ഈശോയെ അമ്മയെ ഒന്ന് വന്നിരിക്കുന്ന എല്ലാ അമ്മയുടെ മക്കളുടെ മുമ്പിൽ ഒന്ന് തുറന്നു കാണിക്കാൻ നിനക്ക് ഇത്ര പാട്. ഞാൻ ആലോചിച്ചു, കുഴപ്പമില്ല, ഞാൻ തന്നെ ചെല്ലാം. എന്തായാലും പരിശുദ്ധ അമ്മയുടെ ഒരു കുർബാനയല്ലേ, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയല്ലേ. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ കുർബാനയ്ക്ക് ഞാൻ കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം കൂടിയാണ് അമ്മ. കാൽവരിയിൽ നമുക്ക് ഈശോ തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം ഇതാണ് എൻ്റെ അമ്മ. അങ്ങനെ പറഞ്ഞ് യോഹന്നാനെ അമ്മയെ കൊടുക്കുമ്പോൾ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് യോഹന്നാൻ അമ്മയെ സ്വഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു. നമുക്ക് അത്രമാത്രം ഒരു സ്വകാര്യ അഹങ്കാരമാണ് അമ്മ. കാരണം എന്ത് അമ്മ ഈശോയോട് പറഞ്ഞാലും അത് ഈശോ തട്ടില്ല, വേണ്ടാന്ന് പറയില്ല. നമ്മൾ കാണുന്നുണ്ട് കാനായിലെ കല്യാണത്തിൽ കൃത്യമായിട്ട് നമ്മളത് കാണുന്നുണ്ട്. ഈശോയുടെ അടുത്ത് അമ്മ വന്ന് പറയുക, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞ് കൊടുക്കണം. അവിടെ ഈശോ അതിന് ആദ്യം പറയുന്നുണ്ട്, നമുക്കെന്ത്, നമ്മളിവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നവരാ, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അമ്മ പോയിട്ട് പരിചാരകരോട് പറയുന്നതനുസരിച്ച് പരിചാരകർ വരുന്നു. ഈശോ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. അമ്മയുടെ ആ വാക്ക് അത് ഈശോയ്ക്ക് തട്ടാൻ പറ്റില്ല. കാരണം ഏറ്റവും ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ അമ്മ. ഈശോ വഹിച്ച സക്രാരി, ഈശോയുടെ ഹൃദയസ്പന്ദനങ്ങൾ അറിയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് ഈശോ ഒരിക്കലും തട്ടില്ല. നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു കൃപ നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അമ്മയോട് കൂടുതലായിട്ട് ചേർന്നിരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോയൊരു കാര്യം. അവിടെ ഞാൻ ചെന്ന് അവിടെ ഒരു രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് പോയതാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ വേഗം നടന്നു കിട്ടാൻ കാരണം അവിടെ ഒരു സിസ്റ്റർ, ഒരു നഴ്സ് എനിക്ക് പരിചയമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പരിചയമുള്ളൊരു നഴ്സ് അവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്തി കിട്ടിയെങ്കിൽ ഈ സ്വർഗത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായ, ഈ ലോകത്തിൻ്റെ മുഴുവൻ ത്രിലോക രാജ്ഞിയായ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്തായിരിക്കുമ്പോൾ, നമ്മുടെ അമ്മ ഈശോയുടെ അടുത്തായിരിക്കുമ്പോൾ എന്തൊരു സിമ്പിളാണ് ഈശോയിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. ഇത്രയും നല്ലൊരു അമ്മ, നമ്മുടെ വിഷമത്തിൽ നമ്മളോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു അമ്മ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത അമ്മ. വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല, അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത അമ്മ തന്നെയാണ്. നമ്മൾ ചങ്ക് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മനമൊരുക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കേൾക്കും. കാരണം അമ്മയ്ക്കറിയാം നമ്മുടെയൊക്കെ വേദനകൾ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്,
ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ സാക്ഷ്യം പറയേണ്ട കാര്യം. സാക്ഷ്യം ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് സാക്ഷ്യം. ഞങ്ങൾ സെമിനാരിയിലായിരിക്കുമ്പോൾ പട്ടം കിട്ടുന്നതിന് മുമ്പ് ഡീക്കനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ധ്യാനിപ്പിക്കാൻ വിടും. ധ്യാനിപ്പിക്കാനല്ല, ധ്യാനിക്കാൻ. ഇപ്പം ഞാൻ ധ്യാനത്തിന് വേണ്ടി ചെന്നു. ഞങ്ങൾ കോട്ടയത്തായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുക്കി സൈഡിലൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി. തൊപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ പേര് മാത്രം കേട്ടിട്ടുള്ളൂ ആ സ്ഥലത്തിൻ്റെ, തൊപ്രാംകുടി. അവിടെയുള്ള സ്ഥലത്ത് ഞങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി ചെന്നു. നല്ലൊരു കാലാവസ്ഥയുള്ള സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ധ്യാനിപ്പിച്ചത് അണക്കരയിൽ അട്ടപ്പാടിയിലുള്ള ബിനോയ് എന്ന് പറഞ്ഞ അച്ഛൻ, ബിനോയ് കരിമിഴുതെങ്കിൽ അച്ഛൻ ധ്യാനിപ്പിച്ചു. ധ്യാനത്തിൻ്റെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ നന്നായി ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കഴിയാറാവാണ്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, നമ്മളുടെ കൂട്ടത്തിൽ അപ്പൻ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ 2 പേർക്ക്, ഒരാൾക്ക് അപ്പൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരാൾക്ക് അമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ നന്നായി മനമൊരുക്കി പ്രാർത്ഥിച്ചു. കാരണം ഒരു പ്രത്യേകതയാണ്, പട്ടത്തിൻ്റെ സമയത്ത് മുൻവശത്ത് അപ്പനും അമ്മയും ഉണ്ടാവും. അവർ അനുഗ്രഹിച്ചിട്ട് ബ്ലെസ് ചെയ്തതിന് ശേഷമാണ് വൈദിക വിദ്യാർത്ഥിയെ നമ്മൾ ഉള്ളിലേക്ക്, ഡീക്കനെ നമ്മൾ അൾത്താരയിലേക്ക് കയറ്റിവിടുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു സമയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്കപ്പോഴും അങ്ങനെ പ്രാർത്ഥനകൾക്ക് അപ്പൻ അമ്മയോടെ മുൻപിലുണ്ടാവും. അപ്പം നമുക്കിവിടെ നിന്ന് അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു കുളിരാണ്. കാരണം നമ്മുടെ അപ്പൻ അമ്മയോടെ ഉണ്ടല്ലോ, ചേട്ടനും ചേച്ചി അവരെല്ലാവരോടും ഉണ്ടല്ലോ, അങ്ങനൊരു സന്തോഷമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, അയ്യോ പാവം, ഇവർക്ക് അപ്പൻ അമ്മയോടെ ഇല്ലാണ്ടിരിക്കുമല്ലോ. ചിലവർക്ക് ഒരുത്തന് അമ്മയില്ല, മറ്റാൾക്ക് അപ്പനും ഇല്ല. അപ്പോൾ അവരിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ മാത്രമായിട്ട് നിൽക്കല്ലേ, ശരിക്കും ഭയങ്കര വിഷമല്ലേ. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു, അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നന്നായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ധ്യാനം കഴിഞ്ഞു ഞങ്ങളെല്ലാവരും വീണ്ടും സെമിനാരിയിലേക്ക് തിരിച്ചു പോവുക, കോട്ടയത്തേക്ക് തിരിച്ചു പോവുക. തിരിച്ചു പോകുമ്പോൾ നേരെ അവിടെ നിന്ന് പെരുമ്പാവൂർക്ക് വന്നിട്ട്, പെരുമ്പാവൂരിൽ നിന്നാണ് ഞങ്ങൾ ബസ് കയറി കോട്ടയത്തേക്ക് പോവുക. അപ്പോൾ പെരുമ്പാവൂർക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ആ മാസത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾക്ക് ഫോൺ കയ്യിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെമിനാരിയെ കയറിയുണ്ട് 10 കൊല്ലത്തിന് 14 കൊല്ലത്തിനൊക്കെ ശേഷം നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടുന്നത്, നമ്മൾ തന്നെ വാങ്ങിക്കണം, അനുവാദം അവർ തരും. അങ്ങനെ ഒരു ഫോൺ നമുക്ക് കിട്ടുന്നത് നമുക്ക് അതിനോടനുബന്ധിച്ച് ഈ ധ്യാനത്തോടെ കഴിഞ്ഞതിലൊക്കെ മുമ്പായിട്ടാണ്, ഒരു ഒക്ടോബർ മാസത്തിലൊക്കെ ആയിട്ടാണ്. അപ്പം ഞങ്ങളൊക്കെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ധ്യാനത്തിന്. ഫോൺ ഓൺ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് അപ്പൻ്റെ ഒരു 2-3 മിസ് കോള് അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. 3 മിസ് കോൾ അതിൽ കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയപ്പോൾ ഞാൻ കേൾക്കുന്നത്, അപ്പം അപ്പുറത്ത് നിന്നിട്ട് പറയാൻ, അതേ പിന്നെ നീ ഒരു കാര്യമുണ്ട്, നീ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആൻറ്റിയെ നമുക്ക് ജീവനോടെ കാണാം. ആൻറ്റിക്ക് ഭയങ്കരമായിട്ട് അസുഖം, അപ്പച്ചൻ്റെ അനീതിക്ക് ക്യാൻസറായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാൻസറിൽ നിന്നും ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആളുകൾ ഭയങ്കര സീരിയസാണ്. അപ്പോൾ അത് കാരണം വന്നു കഴിഞ്ഞാൽ ആൻറ്റിയെ ഒന്ന് കാണണമെങ്കിൽ ഇപ്പം വന്നാൽ കാണാം, ഇനി വന്നാൽ കാണില്ല, ഇപ്പം വന്നാൽ കാണാം. അപ്പം ഞാൻ വേഗം വീട്ടിലേക്ക് പോവാം എന്നുള്ളൊരു ഐഡിയയിൽ റെക്ടറെ വിളിച്ച് അനുവാദമൊക്കെ വാങ്ങിച്ചു. എല്ലാവരും പെരുമ്പാവൂരിൽ നിന്ന് കോട്ടയ്ക്ക് ബസ് കയറിയപ്പോൾ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് തൃശ്ശൂർക്ക് ബസ് കയറി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. അത് അന്ന് ഒരു വെള്ളിയാഴ്ച പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അത് വന്നു കഴിഞ്ഞ് പിറ്റേന്ന് ശനിയാഴ്ച ഞാൻ ആൻറ്റിയൊക്കെ പോയി കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, അപ്പൻ അമ്മയ്ക്കായിട്ട് അവിടെ വീട്ടിലായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, അമ്മ പറഞ്ഞു, എനിക്കൊന്ന് പ്രഷറും ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ഇത് കേൾക്കുന്നതിൻ്റെ ഒപ്പം എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഓൺലൈനായിട്ട് എൻ്റെ അമ്മയും കാണേണ്ടത്, ശരിക്കും എന്നെ വീട്ടിലും അവരിങ്ങോട്ട് വന്നിട്ടില്ല, അവരോട് അവിടെ കേൾക്കുന്നുണ്ടത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഭയങ്കര ഒരു ഫീലാണ്. പ്രിയപ്പെട്ട അപ്പൻ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അമ്മേനെ ഞാൻ ആശുപത്രിക്ക് കൊണ്ടുപോകാം. അപ്പം അപ്പം പറഞ്ഞു, ഞാനും വരാം, എന്തായാലും ഓട്ടോറിക്ഷയിൽ പോകണതല്ലേ, അപ്പോൾ അത് കാരണം ഓട്ടോ വിളിച്ച് പോകുമ്പോൾ ഞാനും വരാം. അങ്ങനെ ഞാൻ അപ്പൻ അമ്മേനെയൊക്കെ വിളിച്ച് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടെ പോയി ചെക്ക് ചെയ്തു, പ്രഷറും ഷുഗറൊക്കെ ചെക്ക് ചെയ്തു. അമ്മയ്ക്ക് കുറച്ച് ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൻ്റെ പ്രശ്നമൊന്നുമില്ല, ഷുഗറും പ്രഷറൊക്കെ ഏതാണ്ടൊക്കെ നോർമലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. കുറേ നാളുകളായി ഞാനിങ്ങനെ സെമിനാരിയിലും ഇതിലൊക്കെ ആയിട്ടായതുകൊണ്ട് ഞാൻ വീട്ടിൽ അധികം ഉണ്ടാവാത്ത സമയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പനൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം വീട്ടിൽ അന്ന് ഏതാണ്ട് ഒക്ടോബർ 29 അന്നപ്പോൾ സ്വസ്ഥമായിട്ട് എല്ലാവരും കൂടി ആയിരിക്കുക. അപ്പനും അമ്മയും ഞാനും അനുജനും അളിയനും അനിയത്തി എല്ലാവരും ഉണ്ട്. ഞാൻ വരുന്നത് പ്രമാണിച്ച് എല്ലാവരും നല്ലൊരു സന്തോഷമായിട്ട് വീട്ടിലായിരിക്കുക. അങ്ങനെ ഞങ്ങളന്ന് നല്ല ഉഷാറായിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചത് ഏതാണ്ട് വൈകുന്നേരം ഒരു 12 മണി വരെ അടുത്തെത്തി. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് 1 മണിയായി. അപ്പോൾ അപ്പം വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇന്നിവിടെ ഉറക്കമൊന്നുമില്ലേ, എല്ലാവരും ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നുണ്ടല്ലോ, കഥയും പറഞ്ഞിട്ട് ഇന്നിവിടെ ഉറക്കമൊന്നുമില്ലേ,
അപ്പം അങ്ങനെ ഞങ്ങൾ ഉറങ്ങാമെന്നുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും ഉറങ്ങാൻ പോയി എല്ലാവരും കിടന്നു. കുറച്ച് കഴിഞ്ഞു, ഏതാണ്ട് ഒരു 2:45 സമയമൊക്കെ ഭയങ്കര കൃത്യമാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ കറക്റ്റായിട്ട് കുത്തുന്ന ഒരു അനുഭവമാണ്, സാക്ഷിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയം മുറിയുന്നൊരു രംഗമാണ്. അതുകൊണ്ട് അത് സമയമൊക്കെ നമുക്ക് കറക്റ്റായിരിക്കും. 2:45 വീട്ടിൽ ലാൻഡ് ഫോണിലൊരു കോള് വന്നപ്പോൾ അമ്മ പോയി ഫോൺ എടുത്തു. അമ്മയാണ് ഈ ലാൻഡ് ഫോണിൻ്റെ അതിൻ്റെ മുഴുവൻ അധികാരി. കിച്ചൻ്റെ അടുത്താണ് പരിപാടി. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ മൊബൈലുകാരൊക്കെ നമ്മൾ പുറത്തേക്ക് അത് കൊണ്ടുപോകും. പിന്നെ അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള ഈ ലാൻഡ് ഫോണാണ്. അപ്പോൾ അമ്മ ഫോൺ പോയി എടുത്തു. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീ ശബ്ദം. അപ്പോൾ വർത്തമാനം പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുള്ള ആൾ ചോദിച്ചു, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഭയങ്കര സന്തോഷമാണ്. കാരണം മോൻ വന്നതിൻ്റെ ആ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുക, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് ഇവിടെ ആയിരിക്കുക. അപ്പോൾ ആ അപ്പുറത്തു നിന്നുള്ള ആ സ്ത്രീ ശബ്ദം പറയാ, ഞാൻ വിചാരിച്ചു, ഞാനങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വിഷം കിട്ടിയതുകൊണ്ട് ഞാൻ വിളിച്ചതാ. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന നേരത്തെ അങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ട് ഞാൻ വിളിച്ചതാണ്. കുഴപ്പമില്ല, സമാധാനമാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ മേരിയമ്മയാന്ന് പറഞ്ഞു. അങ്ങനെ മേരിയമ്മ ഫോണൊക്കെ കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞ് വെച്ചു. അമ്മയും ഫോണൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും കിടക്കാൻ പോവുക. അമ്മ കിടക്കാൻ പോകുന്ന നേരത്ത് അപ്പൻ്റെ റൂമിൻ്റെ അടുത്ത് അനിയത്തി ആ സമയത്ത് ജസ്റ്റ് ഒരു പ്രഗ്നൻ്റ് ആവുകയും പിന്നെ അത് അബോട്ടായി പോലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം അമ്മ അനുജത്തിയൊരൊപ്പമാണ് കിടന്നിരുന്നത്. അപ്പൻ ഒറ്റയ്ക്ക് അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ അപ്പൻ്റെ റൂമിൻ്റെ അടുത്തോടെ പോകുമ്പോൾ അമ്മ ജസ്റ്റ് അപ്പനൊന്ന് നോക്കി. അപ്പോൾ അപ്പനൊരു കുഴപ്പമില്ല, സുഖമായിട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ അറ്റാക്കൊക്കെ വരുന്നവർ കുറേ നമ്മളവിടെ ആയിരിക്കുന്ന സ്ഥലത്ത്, കിടക്കുന്ന സ്ഥലത്തൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. കാരണം തുണിയൊക്കെ ചുരുണ്ടുണ്ടാവും, ആൾ ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് അപ്പന് ഒരു ബുദ്ധിമുട്ടുമില്ല, അപ്പം കൂളായിട്ട് കിടക്കുക. അങ്ങനെ കിടക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അമ്മ പോയി അപ്പനെ വിളിച്ചു. അമ്മ ഉറക്കെ വിളിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉറക്കെ വിളിച്ചപ്പോൾ ഞങ്ങളൊക്കെ എഴുന്നേറ്റു വീണ്ടും. കാരണം ആ ഫോൺ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ കാരണം കൊണ്ട് എല്ലാവരുടെ ഉള്ളിൽ അതിങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ശബ്ദം ഫോണിൻ്റെ വന്നതിൻ്റെ എല്ലാ ഉറക്കത്തിൽ നിന്ന് എല്ലാവരും മാറി കഴിഞ്ഞിട്ട്. അപ്പം അമ്മ വീണ്ടും വിളിച്ചു. പിന്നെ കരയാൻ തുടങ്ങി. അപ്പനെ വിളിച്ചിട്ട് എഴുന്നേൽക്കണില്ല. ഞങ്ങളൊക്കെ ഞാൻ വന്നിങ്ങനെ പിടിച്ചു നോക്കി. അപ്പൻ്റെ കൈമൊക്കെ നല്ല ചൂടുണ്ട്. പക്ഷേ എനിക്ക് തന്നെ മനസ്സിലായില്ല, അപ്പം മരിച്ചതാണോ, അപ്പനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, ഒന്നും അറിയണില്ല. കുറേ വിളിച്ചു, ഒരു അനക്കില്ല. മുഖത്തൊക്കെ വെള്ളം തെളിച്ചു, ഒരു അനക്കില്ല. അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട്, അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഡോക്ടറെ വിടാം. അവിടെയുള്ള ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, പൾസ് എല്ലാം നിന്നു, പക്ഷേ ഇപ്പം തന്നെയാണ് ഉണ്ടായത്, അധികം വൈകിട്ടില്ല, എല്ലാ പൾസും നിന്നുണ്ട്, അതുകൊണ്ട് ആ ചൂട് നിൽക്കണേന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പം പോയി, അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഉള്ളിൽ അതങ്ങനെ ചിന്തിക്കാനും പിന്നെ അതുപോലെ തന്നെ ഞാനത് പോയി എന്നുള്ളൊരു സത്യം മനസ്സിലാക്കാനും എനിക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം എൻ്റെ പട്ടത്തിൻ്റെ എല്ലാ കാർഡും കവറിലേക്ക് വെച്ചെന്നത് അപ്പനാണ്. അത് ക്ഷണിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തരെ. ഇനി പട്ടത്തിന് ഏതാണ്ട് 1.5 മാസം ബാക്കി. ഒക്ടോബർ 30 അങ്ങനെ അപ്പം പോയി. അങ്ങനെ പോയി ഞങ്ങളാകെ വിഷമത്തിലായി. ഇങ്ങനെ ആയിരിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന്. വേഗം അച്ഛനൊക്കെ വിളിച്ചു, അടുത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞു, പേപ്പനെയാണ്, അങ്ങനെ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ വന്ന് അവിടെ തൊട്ട് ഞാനിങ്ങനെ വിളി തുടങ്ങി പലരോടും. എന്തായാലും അതൊരു സത്യമാണ്, അപ്പം പോയി കഴിഞ്ഞു. ഞാൻ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ വിളിക്കണതിന് ഫോണൊക്കെ ഈ ലാൻഡ് ഫോണിൽ നിന്ന് കുറേ വിളിച്ചു. അതിൻ്റെ ഇടയിൽ ഫോൺ ഇടയ്ക്ക് ചാർജ് കഴിഞ്ഞു, ക്യാൻസൽ ആവലൊക്കെ ഉണ്ടായി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അന്ന് ഞായറാഴ്ച, അന്ന് കൊന്ത സമാപനം കൂടിയാണ്. അന്ന് കൊന്ത സമാപനം, എല്ലാ പള്ളികളിലും കൊന്ത സമാപനം നടത്തുക 30 അപ്പോൾ അന്ന് പ്രത്യേകതയുള്ളത്, എല്ലാ പള്ളികളിലും തിരക്കായിട്ട് ഇങ്ങനെ കൊന്ത സമാപനം നടത്തുമ്പോൾ ഞങ്ങളുടെ വില്ലയുടെ ഇടവകയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്ത സമാപനം നമുക്ക് ഇറക്കാം. എല്ലാവരുടെ ഇടവകളിലും ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷം പോലെ തന്നെയാണ്. ആ ആഘോഷത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ എൻ്റെ അപ്പൻ്റെ ബോഡിയുമായിട്ട്, അപ്പൻ്റെ മൃതശരീരമായിട്ട് ഞാൻ പോയി. വൈകിട്ടായിരുന്നു ഫ്യൂണറൽ. അങ്ങനെ പോയി എല്ലാവരുടെയും സന്നിധിയിൽ വെച്ചിട്ട് പ്രാർത്ഥന ചൊല്ലി, ഞങ്ങൾ ഒപ്പീസ് ചൊല്ലി. നേരെ അതുപോലെ ചേറൂര് പള്ളിയില്ല, ഞങ്ങൾക്ക് അവിടെ സിമിട്രി ഇല്ലാത്ത കാരണം ചേറൂര് പള്ളിയിലേക്ക് വീണ്ടും തിരികെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയും സിമിട്രിയിൽ അവരെ അച്ഛനെ അവിടെ എല്ലാവരോടും പറഞ്ഞിരുന്നു, ഇങ്ങനെ നമ്മുടെ ഡീക്കണൻ്റെ അപ്പം മരിച്ചു എന്നുള്ളത് ഇവിടെ വരുന്നു. അപ്പോൾ അത് കാരണം സിമിട്രിയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ നിറച്ച ആളായിരുന്നു. അവിടെ എല്ലാ ജനാവലിയുടെ മുമ്പിൽ അങ്ങനെ അപ്പനെ ഞാൻ കൊണ്ടുപോയി അവിടെ വെച്ചു.
പ്രിയപ്പെട്ടവർ, ഇതെല്ലാം കഴിഞ്ഞു, വൈകുന്നേരമായി, വീട്ടിൽ ആകെ ശൂന്യത, എന്തോ ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ അളിയൻ എന്നോട് വന്ന് ചോദിച്ചു, പിന്നെ കൃത്യമായിട്ട് അപ്പം മരിച്ചത് ആ കറക്റ്റ് സമയത്ത് ആ വിളിച്ച ആ മേരിയമ്മ ഏതാ? പ്രിയപ്പെട്ടവരെ, ഞാനപ്പോൾ ആലോചിച്ചു, അതാരാ? കുറേ എൻ്റെ പരിചയത്തിലുള്ള കുറേ ആളുകളുണ്ട് പ്രാർത്ഥന ഗ്രൂപ്പിൽ, മേരിയമ്മകൾ തന്നെ ഉണ്ട്, ഒരു 3-4 പേര്. ഇപ്പോൾ ഇവിടെ ഈ ചൂണ്ടലെങ്കിൽ ഒരു മേരി ഞാൻ ഭയങ്കര കോണ്ടാക്റ്റാണ്. അങ്ങനെ ഞാൻ അവിടെയുള്ള പരിചയമുള്ള ആ ചേച്ചിമാരെയൊക്കെ ഞാൻ ഓരോരുത്തർ വിളിച്ചു നോക്കി, ആരാണ് ഇത്ര കൃത്യമായിട്ട് ഷാർപ്പ് ടൈമിൽ അപ്പം പോയ സമയത്ത് കറക്റ്റ് വിളിച്ച് ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് അവിടെ കൃത്യമായിട്ട് അപ്പൻ്റെ അടുത്ത് എത്തിച്ചത്. ഞാൻ അവിടെയുള്ള എല്ലാ ചേച്ചിമാരെയും എൻ്റെ പരിചയമുള്ളവരൊക്കെ വിളിച്ചു, അമ്മേരെ കുറേ പ്രാർത്ഥന ഗ്രൂപ്പുകാരൊക്കെ വിളിച്ചു. ആരും അറിഞ്ഞിട്ടില്ല, ആരുമല്ല. ഇന്ന് ഈ സമയം ഇപ്പോൾ 12:45 ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പോയിട്ട് 2.5 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം ആവാൻ പോണു. 3 കൊല്ലം കഴിഞ്ഞു, ഇത് 3 കൊല്ലം ആവണു ഈ ഒക്ടോബർ 30 ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല ആരാ ഈ വിഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഇതുണ്ടായത്. ഞാൻ വിചാരിക്കണു ശരിക്കും ആ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ഫ്യൂണറലിൻ്റെ നേരത്ത്, അല്ലെങ്കിൽ അതിൻ്റെ 7ൻ്റെ കുർബാനയ്ക്ക്, അതിൻ്റെ എപ്പോഴെങ്കിലും ഈ 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അച്ഛൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായത്, എനിക്കൊരു അങ്ങനെ വിഷൻ ഉണ്ടായിരുന്നു, അതാണ് ഉണ്ടായത് എന്നുള്ളത് അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അമ്മയോട് ആരും പറഞ്ഞിട്ടില്ല. പലരും എന്നോട് പറഞ്ഞു അത് ആരാന്ന് ചോദിച്ചു. ഇങ്ങനെ ഞാൻ ചിലരോട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ, എന്നിട്ട് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യും, ഇത്ര കറക്റ്റായിട്ട് ഇങ്ങനെ പറയണ ഒരാളുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥന ചൈതന്യമുള്ളവരാ, ആ ആളുടെ നമ്പർ എങ്ങനെയെങ്കിലും ഒന്ന് തപ്പിത്തായോ. ഞാൻ ഫോണൊക്കെ എടുത്ത് മുഴുവൻ തപ്പി, അതിൽ ലാൻഡ് ഫോണായിരുന്നു, ഡിജിറ്റ്സ് നമ്പറൊക്കെ ഉള്ളതാണ്, പക്ഷെ അത് നേരത്തെ തന്നെ ഓഫായി പോയ കാരണം എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ BSNL, ഞങ്ങൾ അച്ഛന്മാരാകുമ്പോൾ കുറച്ച് കുറുക്കന്മാരാണല്ലോ, അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ വീണ്ടും അന്വേഷിച്ചു, ഇത് വീണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജിജ്ഞാസയിൽ എൻ്റെ ഒരു പരിചയമുള്ള ഒരു BSNL ഓഫീസർ അവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആ ചേട്ടായി പറഞ്ഞത് എങ്ങനെയാണ്, അവിടെ വന്നിട്ട് നീ എന്താ പറയാൻ പോണത്, എൻ്റെ അപ്പം മരിച്ചതിൻ്റെ ആരോ വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ ലിസ്റ്റ് കിട്ടണമെന്ന്, ഇന്ന് നീ അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത് കാരണം ഞാൻ നിർത്തി പരിപാടി, കച്ചവടം ക്ലോസ് ചെയ്തു. ആരായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ലാണ്ട് ജീവൻ ഇങ്ങോട്ട് കിട്ടിയല്ലോ. അമ്മ പറഞ്ഞു അത് ഉത്തരം ആ ഫോൺ കോളിൽ തന്നെയുണ്ട്, മേരിയമ്മ വിളിച്ചു, അതിനെക്കുറിച്ച് ഇനി നീ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കൃത്യമായിട്ട് അപ്പം മരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചെഴുന്നേൽപ്പിച്ച് അമ്മ ഞങ്ങളെ മുഴുവൻ അപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മ ഇതുപോലെ ഇടപെടും. ഞാൻ ഉറച്ചതിന് ശേഷം വിശ്വസിച്ചു. കാരണം എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത്, അതിന് മുമ്പായിട്ട് പ്രഷർ ഡൗൺ ആയിട്ട് ഞാൻ 1.5 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ജൂബിലിയിൽ. പ്രഷർ ഡൗൺ ആയി തലകറങ്ങി വീണു. പട്ടത്തിനടുത്ത് എനിക്ക് പട്ടം തന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതനായ, ഇപ്പം ഈ അവസാനം ദൈവത്തിലേക്ക് പോയ ആ വിശുദ്ധനായ പിതാവ്, തൂങ്കുഴി പിതാവിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പട്ടം അത് ഞാനെടുത്ത്, എനിക്കായിരുന്നു പിതാവ് തന്നത്. സെപ്റ്റംബർ 28 കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളിൻ്റെ ദിവസം 2022 പിതാവ് എനിക്ക് പട്ടം തന്നു. അത് കഴിഞ്ഞ് അത്രമാത്രം പിതാവ് വന്ന് വയ്യാതായിരുന്നു, അത്ര പ്രായാധിക്യത്തിലായിരുന്നു, എന്നിട്ടും പിതാവ് പട്ടം തന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ അമ്മയുടെ ആങ്ങളമാരൊക്കെ പറഞ്ഞു, വിശുദ്ധനായിട്ടുള്ളൊരു പിതാവ് കൂടി ഉള്ളത് ഈ പിതാവാണ്, ഒന്ന് പോയിട്ട് ആളുടെ തന്നെ പട്ടം വാങ്ങണം. അങ്ങനെ തൂങ്കുഴി പിതാവിൽ നിന്ന് പട്ടം വാങ്ങിച്ചു. അന്ന് കാലത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാനും പിതാവൊക്കെ ഒരുമിച്ചാണ് കഴിച്ചത്. അപ്പോൾ കഴിക്കുന്ന നേരത്തെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഞങ്ങൾ നടക്കുമ്പോൾ പിതാവ് എന്നോട് ചോദിച്ചു, ഡീക്കനഞ്ഞല്ലേ പട്ടം തരണ്ടേന്ന്. കാരണം പിതാവ് എങ്ങനെയാണോ നടക്കുന്നത് അതിനേക്കാളും ക്ഷീണമായിട്ടാണ് ഞാൻ നടക്കണത്. ചുമച്ച് തുപ്പി ആകെ പരുപ്പിളകി. കാരണം ഡോക്ടറോട് അതിനകത്ത് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്നെ ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ പട്ടം ജൂബിലിയിൽ വന്ന് തരേണ്ടി വരും. അപ്പോൾ ഓർഡിനേഷന് വേണ്ടിയിട്ട് ആളുകളൊക്കെ ജൂബിലിക്ക് വരേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഡിസ്ചാർജ് വേണം. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ടാണ്, എൻ്റെ റിസ്കിൽ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ടാണ് ഞാൻ പട്ടത്തിന് വേണ്ടി പോയത്. അതുകൊണ്ട് തന്നെ ചുമച്ച് കുറച്ച് നടക്കുമ്പോൾ പിതാവിനൊരു സംശയം, ഈ 9 മണിക്ക് നേരത്ത്, കാലത്ത് 7 മണിയായിട്ടുള്ളൂ, 9 മണി നേരത്ത് പട്ടം കൊടുക്കേണ്ട ആ വിദ്യാർത്ഥി നീ തന്നെയല്ലേ എന്നറിയാൻ വേണ്ടി ചോദിച്ചു എന്നോട്. അങ്ങനെ ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് പട്ടത്തിന് പോയത്. പ്രിയപ്പെട്ടവരെ, ഇന്നും എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം അതാ. 9 മണി തൊട്ട് പട്ടത്തിൻ്റെ പരിപാടി തുടങ്ങി 3:30 വരെ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പട്ടത്തിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഒരു ചുമ പോലും ഞാൻ ചുമച്ചിട്ടില്ല. അത്ര ഉഷാറായിട്ട്, എത്രമാത്രം ആരോഗ്യത്തിലായിരുന്നു അത്ര ഉഷാറായിട്ട് ഞാൻ ആ ദിവസം മുഴുവൻ പോയി.
3:30 വരെ ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടെ ഞാനായിരുന്നു. അതിനുശേഷം ഇനി അതൊരു വൈകുന്നേരം 8 മണി വരെ ആയാലും ഒരു കുഴപ്പമില്ലാത്ത പോലെയായിരുന്നു. പക്ഷേ 28-ാം തീയതി ഇങ്ങനെയൊക്കെ പട്ടം ഞാൻ സ്വീകരിച്ച് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല 29-ാം തീയതി എന്നൊരു ദിവസം. കാരണം ആ കാലത്തൊരു കുർബാന കഴിഞ്ഞ് പള്ളിയിലൊരു കുർബാന ചെയ്ത് വന്നിട്ട് ഞാൻ പിന്നെ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുന്നേറ്റത് വൈകുന്നേരം. അത്രയ്ക്ക് ഉറങ്ങിപ്പോയി, ടയേർഡായിട്ട്, അത്ര ടയേർഡായിരുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മ നമ്മുടെ ജീവിതത്തിൽ എന്നും കൃപയായിട്ട് കടന്നു വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതാ, അമ്മയുടെ ആ സ്നേഹം നമ്മൾ അറിയാതെ പോകുന്നതാ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ പൂർണ്ണമായിട്ട് അമ്മ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അതിനുശേഷമുള്ള എല്ലാം ദുരിതമായ എല്ലാ അവസ്ഥകളിലും ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറുവാൻ അമ്മയ്ക്ക് പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ത്രിലോക രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മയെ ഉയർത്തുന്നത്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ദൈവം അത്രമാത്രം സ്നേഹിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ കൃപ നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കടക്കുവാനുള്ള ഗോവണിയ അമ്മ. അമ്മയെ കൂട്ടുപിടിച്ച് നമ്മൾ ഈ ലോക ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും അമ്മ നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കും. അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അമ്മ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ പറയുന്നത് ചെയ്യുക, ഈശോ പറഞ്ഞത് ചെയ്യുക. അങ്ങനെ ഈശോയിലേക്ക് അമ്മ നമ്മളെ ഓരോരുത്തരെ അടുപ്പിക്കുക. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പലപ്പോഴും ആ അമ്മയെ മറന്നുപോയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അമ്മയെ വേണ്ടാതെ പലപ്പോഴും അകന്നു പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂടുതലായിട്ട് അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല പ്രദക്ഷിണം നടത്തുമ്പോൾ കൂടുതലായിട്ട് ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഓരോ എത്രയും ദയുള്ള മാതാവ് ചൊല്ലിയിട്ട് നമ്മുടെ ദിവസത്തെ മുഴുവൻ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ അമ്മ സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മാനസാന്തരത്തിനെ അമ്മ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് കണ്ണുകളിലൂടെ രക്തം വാർന്ന് നമുക്ക് വേണ്ടി അമ്മ ആഗ്രഹിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി അമ്മ ഇനിയും രക്തക്കണ്ണീർ ഒഴുക്കാതിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.